ആ ഒരു 3 to 2 months ഒരു ഭയങ്കര ഒരു ഡൗൺ ആയിരുന്നു. നമുക്കിത് പറ്റുമോ, എംബഡഡിൽ നമുക്ക് കിട്ടുമോ, ബിക്കോസ് ഇതിനൊന്നും തിരിച്ച് ഒന്നും റിപ്ലൈ വരുന്നില്ല. സോ അപ്പോൾ നമുക്ക് ടെൻഷനായി. ഫീൽഡ് മീൻസ് നമ്മൾ ചൂസ് ചെയ്തത് കറക്റ്റ് ആണോ അല്ലയോ എന്നുള്ളത്. ഫ്രഷേഴ്സിന് എന്തായാലും ഓപ്പർച്യൂണിറ്റീസ് ഭയങ്കര കുറവാണ് എംബഡഡിൽ, അത് ഞങ്ങൾക്ക് മനസ്സിലായി. പക്ഷെ എന്നാലും നമുക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടാതെ പോകുന്നൊരു ഭയങ്കര ഒരു ഡൗൺ ആയിരുന്നു. എൻ്റെ പേര് അനാമിക, ഞാൻ കണ്ണൂരിൽ നിന്നാണ് വരുന്നത്. ബിടെക് ഫൈനൽ ഇയർ പഠിക്കുമ്പോൾ പ്രൊജക്റ്റ് ചെയ്യുമ്പോഴാണ് എംബഡഡ് ഫീൽഡിലോട്ടേക്ക് ഇൻട്രസ്റ്റ് വന്നത്. അപ്പോൾ അങ്ങനെ എൻ്റെ ഫ്രണ്ട്സ് ആദ്യം ഇവിടെ ജോയിൻ ചെയ്ത് അവർ റെഫർ ചെയ്തിട്ട് ഞാൻ സ്മെക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് വന്നത്. എൻ്റെ പേര് നന്ദനാണ്, സ്ഥലം കോഴിക്കോടാണ്. പഠിച്ചത് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്. കോഴ്സ് ഇവിടെ എടുത്തത് പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ എംബഡഡ് ഫേംവെയർ ആയിരുന്നു. ബിടെക് പഠിക്കുമ്പോൾ തേർഡ് ഇയറിൽ പ്രൊജക്ട്സ് ചെയ്യുമ്പോഴാണ് എംബഡഡിൽ ഇൻട്രസ്റ്റ് വന്നത്. അപ്പോൾ എന്തായാലും കരിയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എംബഡഡ് സിസ്റ്റമിൽ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് എംബഡഡ് ഫേംവെയറിൽ കോഴ്സ് എടുത്തത്. ഞാൻ ലൈക്ക് ഇൻസ്റ്റഗ്രാം ത്രൂ കുറേ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് എല്ലാം നോക്കിയായിരുന്നു. പിന്നെ മുന്നേ സീനിയേഴ്സ് വഴി ചോദിച്ചു. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ഫസ്റ്റ് ഇവിടെ വന്നതുകൊണ്ട് ഇവിടെ ക്ലാസ് എല്ലാം നല്ലതാണെന്ന് പറഞ്ഞതുകൊണ്ട് ഞാനും ഇവിടത്തേക്ക് വന്നു. ഞാൻ ഗൂഗിളിലാണ് നോക്കിയത് ഇങ്ങനെ എംബഡഡ് സിസ്റ്റമിൻ്റെ കോഴ്സ് എവിടെയൊക്കെയാണ് ഉള്ളത്, ഐ മീൻ കേരളയിൽ എവിടെയൊക്കെയാണ് ഉള്ളതെന്ന്. അപ്പോൾ എനിക്ക് ഫസ്റ്റ് കോഴിക്കോടിൽ ചേരണമെന്നായിരുന്നു ഉണ്ടായത്. അപ്പോൾ സ്മെക്കിൽ പിന്നെ എറണാകുളത്ത് വരണമെന്നുണ്ടായിരുന്നു എംബഡഡ് സിസ്റ്റം ജോയിൻ ചെയ്യണമെങ്കിൽ. അങ്ങനെ ഞാൻ സ്മെക്കിലോട്ട് വന്നതാണ്. ഞങ്ങൾ ബിടെക് പഠിക്കുമ്പോൾ ഒന്നും ഉണ്ടായിരുന്നില്ല, ഐ മീൻ എംബഡഡ് സിസ്റ്റമിനെ കുറിച്ച് ഒന്നും ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് ഒരു പേപ്പർ ഉണ്ടായിരുന്നു. പിന്നെ പ്രോജക്റ്റൊക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് എംബഡഡ് സിസ്റ്റമിനെ കുറിച്ച് ഞങ്ങൾ നല്ലപോലെ അറിയുന്നത്. പിന്നെ ഇവിടെ വന്നിട്ട് ഞങ്ങൾക്ക് ഫുൾ പ്രാക്ടിക്കൽ സെഷനായിട്ട് ഞങ്ങൾ കൺട്രോളേഴ്സിനെ കൂടെയൊക്കെ വർക്ക് ചെയ്തു. ഫാക്കൽറ്റീസ് നൗഫൽ സർ, അനൂപ് സർ, സ്റ്റെഫി മിസ്. എനിക്ക് പേഴ്സണലി ഫസ്റ്റ് നൗഫൽ സാർ ആയിരുന്നു, പിന്നെ അനൂപ് സാർ ആയിരുന്നു. രണ്ടുപേരായിരുന്നു കംപ്ലീറ്റ്ലി ടീച്ച് ചെയ്തത്. എന്ത് ചോദിച്ചാലും ആക്ച്വലി അവരുടെ അടുത്ത് നമുക്ക് നല്ല ഹെൽപ്പ് ഉണ്ടായിരുന്നു. ഫീൽഡിനെ കുറിച്ചും ഫീൽഡിൽ സസ്റ്റെയിൻ ചെയ്യാനും പിന്നെ ഇപ്പോൾ ഉള്ള കോഴ്സിനെ കുറിച്ചും പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള അഡ്വാൻറ്റേജസ് എല്ലാം ഇപ്പോഴും ഞങ്ങൾ കോഴ്സ് കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ ജോബ് കിട്ടിയെന്ന് പറഞ്ഞപ്പോഴും കംപ്ലീറ്റ്ലി ഞങ്ങൾക്കൊരു റോഡ് മാപ്പ് തന്നു. ഫസ്റ്റ് ഇവിടെ നിന്ന് ഒരു മോക്ക് ഇൻ്റർവ്യൂ പോലെ തന്നിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ടീച്ചേഴ്സ് കുറച്ച് ഇതെല്ലാം പറഞ്ഞു, ലൈക്ക് പോയിന്റ്സ് പറഞ്ഞു കൂടുതൽ പഠിക്കണം എന്നും ഒക്കെ. പിന്നെ ഇവിടെ കമ്മ്യൂണിക്കേഷൻ ക്ലാസ്സസ് ഉണ്ടായിരുന്നു, അങ്ങനെ HR റൗണ്ട് പോലത്തെ എല്ലാം ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറേ ടെൻഷൻസ് ഒക്കെ കുറഞ്ഞു. പക്ഷെ ഇത് അറ്റൻഡ് ചെയ്തത് ഫസ്റ്റ് ഇൻ്റർവ്യൂ ആണ്. അപ്പോൾ അതിൽ തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് പെർഫോം ചെയ്യാൻ പറ്റും. ഞങ്ങൾക്കൊരു ട്രയൽ പോലെയായിരുന്നു മോക്ക് ഇൻ്റർവ്യൂ ഒക്കെ. അതിൽ ഞങ്ങൾ നല്ലപോലെ പെർഫോം, അതിന് ഞങ്ങളുടെ മെയിൻ ഇൻ്റർവ്യൂ പോലെയായിരുന്നു ഞങ്ങൾ ട്രീറ്റ് ചെയ്തതും എല്ലാ കാര്യങ്ങളും. അപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് കുറേ അത് കഴിഞ്ഞിട്ട് കുറേ ഫീഡ്ബാക്കും തന്നു, കുറേ അഡ്വൈസസും കിട്ടി. ഇങ്ങനെ പ്രിപ്പയർ ചെയ്യണം, ഇങ്ങനെ ഇതിൽ വീക്കാണ്, ടെക്നിക്കൽ സൈഡ് ഇമ്പ്രൂവ് ചെയ്യണം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങൾ നെക്സ്റ്റ് ഫസ്റ്റ് ഇൻ്റർവ്യൂ ആയിരുന്നു ഈ കമ്പനിയിൽ വന്നത്, സ്മെക്ക് വെച്ച് തന്നെയായിരുന്നു. അപ്പോൾ അത് ഞങ്ങൾക്കൊരു അത്ര ടെൻഷനൊന്നും ഇല്ലായിരുന്നു. ഓൾറെഡി അത് അറ്റൻഡ് ചെയ്തുകൊണ്ട് ഇത് കുറച്ചുകൂടെ ഈസി ആയിരുന്നു. ഞങ്ങൾ സെക്കൻഡ് റൗണ്ട് ഒരു ഡേ ഫുൾ ഉണ്ടായിരുന്നു. ഫസ്റ്റ് കുഴപ്പമില്ലാണ്ട് ലൈക്ക് ഫസ്റ്റിലും ഒരു പേഴ്സൺ എന്തായാലും ടെക്നിക്കൽ റൗണ്ട് ഒരു ഹാഫ് ആൻ അവർ ഉണ്ടായിരുന്നു ഇൻ്റർവ്യൂ. പിന്നെ HR-ന് ഒരു 15 minutes ഉണ്ടായിരുന്നു. പിന്നെ സെക്കൻഡ് ഇൻ്റർവ്യൂവിനാണ് ഒരു 1 day ഉണ്ടായിരുന്നു കംപ്ലീറ്റ്ലി. ഫാമിലിയിലൊക്കെ ഫുൾ സപ്പോർട്ടായിരുന്നു. ബിക്കോസ് നിനക്ക് എന്താ വേണ്ടത് അത് നീ എടുത്താൽ മതി എന്നായിരുന്നു. വേറെ ഏത് കമ്പനീസ് കിട്ടിയിട്ടും വേറെ റോളൊക്കെ കിട്ടിയിട്ടും ഇതൊരു മോട്ടോ ആയിരുന്നു, എംബഡഡിൽ തന്നെ കയറണം. അതുകൊണ്ടായിരുന്നു കോഴ്സും എടുത്തത്. അപ്പോൾ ഇത് ലാസ്റ്റ് ഇത് കിട്ടിയതുകൊണ്ട് ഇത് ഭയങ്കര എല്ലാവർക്കും ഹാപ്പി ആയിരുന്നു. ഞാൻ വിചാരിച്ചത് തന്നെ കിട്ടിയല്ലോ, എംബഡഡ് തന്നെ കിട്ടിയല്ലോ എന്ന് പറഞ്ഞിട്ട്. ഫസ്റ്റ് വേറെ പ്രൊഡക്ഷനിലോട്ടേക്കെല്ലാം ഓഫർ വന്നപ്പോഴും സെയിം പഠിച്ച ഫീൽഡ് തന്നെ ജോബ് ചെയ്യണമെന്നുണ്ടായിരുന്നു. അങ്ങനെ ഫാമിലിയും അതുകൊണ്ട് സപ്പോർട്ടായിരുന്നു. ആ ഒരു 3 to 2 months ഒരു ഭയങ്കര ഒരു ഡൗൺ ആയിരുന്നു. നമുക്കിത് പറ്റുമോ, എംബഡഡിൽ നമുക്ക് കിട്ടുമോ, ബിക്കോസ് എന്തായാലും ഇതിനൊന്നും തിരിച്ച് ഒന്നും റിപ്ലൈ വരുന്നില്ല. സോ അപ്പോൾ നമുക്ക് ടെൻഷനായി. ഫീൽഡ് മീൻസ് നമ്മൾ ചൂസ് ചെയ്തത് കറക്റ്റ് ആണോ അല്ലയോ എന്നുള്ളത്. ഫ്രഷേഴ്സിന് എന്തായാലും ഓപ്പർച്യൂണിറ്റീസ് ഭയങ്കര കുറവാണ് എംബഡഡിൽ, അത് ഞങ്ങൾക്ക് മനസ്സിലായി. പക്ഷെ എന്നാലും നമുക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടാതെ പോകുന്നൊരു ഭയങ്കര ഒരു ഡൗൺ ആയിരുന്നു. ബിടെക് കഴിഞ്ഞിട്ട് ഐ മീൻ മറ്റേ ഫീൽഡിലൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ കിട്ടിയതായിരുന്നു. എന്നിട്ടും ഞങ്ങൾക്കൊരു എംബഡഡിൽ തന്നെ കയറണമെന്ന് എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രം ശരി കോഴ്സ് ചെയ്യാനും ഓക്കെ ആയിരുന്നു. അങ്ങനെ എംബഡഡിൽ നമുക്ക് കോഴ്സൊന്നും ചെയ്യാതെ കയറാൻ പറ്റില്ല എന്ന് ഞങ്ങൾക്ക് ഫീലായി. ബിക്കോസ് ബിടെക് കഴിഞ്ഞിട്ട് ഒരു 2 months പ്രിപ്പയർ ചെയ്തു എംബഡഡിന് വേണ്ടി. ഒരു ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല, ഐ മീൻ ഓപ്പർച്യൂണിറ്റി പോലും നമുക്ക് കിട്ടില്ല.
അപ്പോൾ മനസ്സിലായി ഒരു കോഴ്സ് എന്തായാലും എടുക്കണം, എംബഡഡിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ കരിയർ. അതിനു വേണ്ടിയായിരുന്നു ഈ കോഴ്സ്, ഡിപ്ലോമ കോഴ്സ് ചൂസ് ചെയ്യാമെന്ന് വിചാരിച്ചെടുത്തത്. ഞങ്ങൾ ആക്ച്വലി കോഴ്സ് ചെയ്യുന്ന പോലെ ഇല്ലായിരുന്നു, നടുവിൽ ഞങ്ങൾ പഠിക്കുകയും ചെയ്യും, പിന്നെ എല്ലാ ആക്ടിവിറ്റീസും ഉണ്ടാവും. അപ്പോൾ ആ ടൈമിൽ തന്നെ ഇൻസ്റ്റഗ്രാം കയറി നോക്കി, പിന്നെ അത് കുറേ പ്ലേസ്മെൻറ്റ്സിൻ്റെ കുറേ കണ്ടു. പിന്നെ ഇവിടെ ഒരു സാറുമായിട്ട് കോണ്ടാക്ട് ചെയ്തു. അപ്പോൾ സാറുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം തന്നെ ഒരു ലൈക്ക് പോസിറ്റീവ് ഒരു ഇത് കിട്ടി. ഐ മീൻ ഫസ്റ്റ് നമ്മൾ ബേസ് ആയിട്ട് സി പ്രോഗ്രാമിംഗ് പഠിക്കണം, പിന്നെ നെക്സ്റ്റ് ആണ് കൺട്രോളേഴ്സ്, അങ്ങനെയായിട്ട് കറക്റ്റായിട്ട് സ്ട്രക്ചേഴ്സ് ഇന്ററാക്ട് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി. ഞങ്ങൾ കോളേജിൽ ആക്ച്വലി 2 കൺട്രോളേഴ്സേ യൂസ് ചെയ്തിട്ടുള്ളൂ, പിന്നെ ബാക്കിയൊക്കെ ഇവിടെ വന്നിട്ടാണ് പഠിച്ചത്. ഞങ്ങൾ എന്ത് ഡൗട്ട് ചോദിച്ചാലും ആക്ച്വലി സാറിനോട് നമുക്ക് ഓപ്പൺ ആയിട്ട് ചോദിക്കാനും പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് എന്തായാലും ക്ലിയർ ചെയ്തു തരും, അത് നല്ല യൂസ്ഫുൾ ആയിരുന്നു. ഇൻറ്റഗ്രേഷൻസ് ഒക്കെ ഞങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ വന്നിട്ട് ഞങ്ങൾ ബാക്കിയുള്ള കൺട്രോളേഴ്സ് വെച്ചിട്ട് പ്രൊജക്ട്സ് ഒക്കെ ചെയ്ത് പഠിച്ചു. റിയൽ ടൈം പ്രൊജക്ട്സ് ഒക്കെ ഞങ്ങൾ ചെയ്തു. എനിക്ക് 9 to 11 ആയിരുന്നു. എനിക്ക് 11 to 1. ഓവറോൾ ഒരു നല്ലൊരു മെമ്മറീസ് ആയിരുന്നു. കംപ്ലീറ്റ്ലി ഒരു 2 hours ക്ലാസ് ആയിരുന്നെങ്കിലും ആ 2 hours കംപ്ലീറ്റ്ലി ഞങ്ങൾ അതിൽ ഫോക്കസ്ഡ് ആയിരിക്കും. എന്താ ഞങ്ങൾ അന്ന് ചെയ്യാനുള്ള ടാസ്കോ അതൊക്കെ ഞങ്ങൾ തീർക്കും. പിന്നെ ബാക്കി എന്ത് പരിപാടിയാണെങ്കിലും ഉണ്ടാവുള്ളൂ. ഫ്രണ്ട്സും നല്ലപോലെ കിട്ടി, നല്ലൊരു എൻവിറോൺമെൻ്റ് ആയിരുന്നു. എനിക്കിപ്പം ബിടെക് കഴിഞ്ഞപ്പോൾ നമുക്ക് ഈ ഫീൽഡിനെ പറ്റി അധികം ഒന്നും അറിയില്ലായിരുന്നു. മീൻസ് കോറായിട്ട് എന്ത് എംബഡഡ് എന്നുള്ളൊരു ജസ്റ്റ് കോഴ്സിനെ പറ്റിയിട്ട് അറിയാം, പക്ഷെ അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കുക അതൊന്നും അറിയില്ലായിരുന്നു. അപ്പോൾ ഇവിടെ ആയിട്ട് കോണ്ടാക്ട് ചെയ്തപ്പോഴാണ് കോഴ്സിൻ്റെ സ്ട്രക്ചറും ഡീറ്റെയിൽസൊക്കെ പറഞ്ഞത്. അപ്പോൾ കുറച്ച് കോൺഫിഡൻസ് ആയി. പിന്നെ ഇവിടെ വന്ന് പഠിച്ചപ്പോൾ കുറച്ച് മീൻസ് ഇലക്ട്രോണിക്സ് ആയിട്ട് കുറച്ച് ബന്ധമുള്ള സാധനങ്ങളെല്ലാം നോക്കിയപ്പോൾ പിന്നെ ഒരു കോൺഫിഡൻസ് കൂടി. ഞങ്ങൾക്ക് ഇതാണ് ഫസ്റ്റ് കമ്പനി, അതുകൊണ്ട് ഈ കമ്പനിയിൽ ആക്ച്വലി ഞങ്ങൾക്ക് കുറേ ലേൺ ചെയ്യാൻ പറ്റുമെന്നൊരു ഫീൽ വന്നു. അതുകൊണ്ട് ഞങ്ങളുടെ സ്കിൽ ഇനിയും എംബഡഡിൽ ഇനിയും കുറച്ചുകൂടി ഇൻക്രീസ് ചെയ്യാൻ പറ്റുമെന്ന് ഫീലായി. അതുകൊണ്ട് ഞങ്ങൾ ഫസ്റ്റ് കിട്ടിയത് ഓപ്ഷൻ തന്നെ ഞങ്ങൾ ചൂസ് ചെയ്തു. കൂടുതലായിട്ടുണ്ടായിരുന്നു, കുറേ സെൽഫ് ഡൗട്ട്സ് ഉണ്ടായിരുന്നു. എംബഡഡ് ആക്ച്വലി നമുക്ക് പറ്റുമോ, ഇല്ലെങ്കിൽ വെറുതെ നോൺ ടെക്നിക്കലിൽ കുറേ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്നു. നല്ല സാലറി ആയിട്ടും ബിടെക് ആയതുകൊണ്ട് നോൺ ടെക്നിക്കലിൽ കുറേ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്നു. എന്നിട്ടും വേണ്ട, എംബഡഡിൽ നമ്മളെ സൈഡ് വേണം അങ്ങനെ വിചാരിച്ചുകൊണ്ടിരുന്നതുകൊണ്ട് അതുകൊണ്ട് ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. ആക്ച്വലി എല്ലാവരും പറഞ്ഞു നീ ജോലി മാത്രം നോക്കിയാൽ മതി, ഐ മീൻ എംബഡഡിൽ തന്നെ കിട്ടണമെന്ന് നിൽക്കണ്ട, ഏതെങ്കിലും ഒന്നിൽ കയറിക്കോ, പിന്നെ നീ സ്വിച്ച് ചെയ്തോ, അങ്ങനെയായിരുന്നു എല്ലാവരുടെ ഒപ്പീനിയൻസും. പിന്നെ ഞങ്ങൾ വിചാരിച്ചില്ല, എനിക്ക് അങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നു, എംബഡഡിൽ കയറിയാൽ എംബഡഡിൽ തന്നെ കയറണമെന്നുണ്ടായിരുന്നു. അങ്ങനെ വിചാരിച്ചിട്ട് മാത്രം കംപ്ലീറ്റ്ലി കുറേ ചലഞ്ചസ് ഉണ്ടായിരുന്നു. അതൊക്കെ ഫേസ് ചെയ്ത് എങ്ങനെയോ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടി, എംബഡഡിൽ കിട്ടിയല്ലോ. ഞങ്ങൾക്ക് എന്തായാലും ഇപ്പോൾ ഒരു ഇൻഡസ്ട്രി ലെവൽ എക്സ്പീരിയൻസ് ആണ് കിട്ടാൻ പോകുന്നത്. അതില്ലാതെ ആ കമ്പനിയിൽ ഞങ്ങൾക്ക് നല്ലപോലെ ലേൺ ചെയ്യാൻ പറ്റുമെന്ന ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. കംപ്ലീറ്റ്ലി ഞങ്ങൾ സ്കിൽഡ് ആവാം. അപ്പോൾ അത് ഞങ്ങൾ സ്കിൽഡ് ആയാലും എന്തായാലും എംബഡഡിന് നല്ലപോലെ വാല്യൂ ഉണ്ട്. സോ ഞങ്ങൾക്ക് എന്തായാലും ഷൈൻ ചെയ്യാൻ പറ്റുമായിരിക്കും.